അടുത്ത പാട്ടിന് വേണ്ടി ഖൽബിലെ പാട്ടുമായി പട്ടുറുമാൽ ഇശൽ മർഹബയിലെത്തുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് സിദ്ദീഖ്. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെന്റെ കൽബിൽ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെന്റെ കൽബിൽ കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. തലനീട്ടിപ്പോകുന്ന കാഫിലയില്ലേലും അന്നത്തറേബ്യ ഞാൻ ഇന്നും കണ്ടു. തലനീട്ടിപ്പോകുന്ന കാഫിലയില്ലേലും അന്നത്തറേബ്യ ഞാൻ ഇന്നും കണ്ടു. തിരുവിരൽ സിദ്ദീഖുമർ ഉസ്മാനലിയില്ലേലും ആവിര ചരിതങ്ങൾ ഞാൻ ഉൾക്കൊണ്ടു. തിരുവിരൽ സിദ്ദീഖുമർ ഉസ്മാനലിയില്ലേലും ആവിര ചരിതങ്ങൾ ഞാൻ ഉൾക്കൊണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു.
നൂറാറ്റലില്ലാത്ത നൂറ്റാണ്ട് പോയാലും മധുഹുറ്റ വഴികൾ ഞാൻ ഇന്നും കണ്ടു. നൂറാറ്റലില്ലാത്ത നൂറ്റാണ്ട് പോയാലും മധുഹുറ്റ വഴികൾ ഞാൻ ഇന്നും കണ്ടു. നബിയോരെ സവിധത്തിൽ ഞാൻ ചെന്നിട്ടില്ലേലും മനതാരിൽ മുഹിബിൻ മുറവ് കണ്ടു. നബിയോരെ സവിധത്തിൽ ഞാൻ ചെന്നിട്ടില്ലേലും മനതാരിൽ മുഹിബിൻ മുറവ് കണ്ടു. മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. സിദ്ദീഖ്, നല്ലപോലെ പാടാൻ സാധിച്ചോ ഇല്ലയോ? ഒരു പരിധി വരെ. അതിന്റെ ഒരു പ്രതിഫലനം ഇവിടെ നിന്നും നമുക്ക് കിട്ടി. എല്ലാവരും നല്ലൊരു കയ്യടികളോട് കൂടിയിട്ടാണ് ഈ പാട്ടിന് ബാക്ക്ഗ്രൗണ്ട് നിന്നത്. അതിനെല്ലാവർക്കും ഒരു താങ്ക്സ് പറയും ആദ്യം. ഈ കയ്യടി വീണ്ടും പ്രതീക്ഷിക്കുന്നു അല്ലെ? വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഇനി കയ്യടി മാത്രം പോരാ, നല്ല മാർക്കും വേണം. അതിനുള്ള കമന്റ്സിനായി നമുക്ക് ഫിറോസ്ക. സിദ്ദീഖ് പഠിക്കുന്നുണ്ടോ? മ്യൂസിക് പഠിച്ചിട്ടില്ല. ഇപ്പൊ പോകുന്നില്ല, എവിടെയും ട്രൈ ചെയ്യുന്നില്ല. പോവാൻ ശ്രമമുണ്ട്, പഠിക്കില്ല. പഠിക്കണം, നല്ലൊരു അധ്യാപകനെ കണ്ടെത്തണം. പഠിച്ചാൽ നല്ല ശബ്ദം, ഒരു ഓപ്പൺനെസ് ഉള്ള വോയിസാണ്, അത് തുറന്ന ശബ്ദം. നമ്മൾ പറയലേ, കറയൊന്നുമില്ലാത്ത നിഷ്കളങ്കമായി പാടുന്ന ഒരു ശബ്ദം എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ശബ്ദമാണ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. മൊത്തത്തിൽ നന്നായി പാടി. കുറച്ച് പ്രയാസമുള്ളൊരു പാട്ടാണ് അല്ലേ? കുറച്ച് പ്രയാസമുള്ളൊരു പാട്ടാണ് എടുത്തത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് പ്രയാസങ്ങൾ സിദ്ദീഖിന് അനുഭവപ്പെട്ടു എന്നേ ഉള്ളൂ. എന്നാലും മോശമില്ലാതെ പാടി. മൊത്തത്തിലുണ്ടായിരുന്നൊരു ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ശ്രുതി ചെറുതായിട്ട് ഇങ്ങനെ അവിടെ അപ്പൊ ചേർന്ന് പാടുക. ഒരു പല്ലവി ഒരൊറ്റ പ്രാവശ്യം ഒന്ന് പാടി, ചേർന്നൊന്ന് പാടി, അങ്ങോട്ട് ഉൾക്കൊള്ളണം. മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും. ഇപ്പോഴും താഴെയാ പാടുന്നത്, ഇപ്പോഴും ഒരു പൊടിക്ക് താഴെയാണ്. അത് ഉൾക്കൊള്ളുക. എന്താ ചെയ്യുക? ഇനിയിപ്പോ ഞാൻ പാടിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടത്? സിദ്ദീഖ് ശ്രുതി ഇട്ട് പാടുക, അതിനാണ് പഠിക്കണം എന്ന് പറയും. ഹാർമോണിയത്തിൽ ഒരു സാപ്പാസ പിടിച്ച് അതിങ്ങനെ ഉൾക്കൊണ്ട് പാടുക. ആ ശ്രുതി കുറച്ചു നേരം ഉൾക്കൊള്ളണം, എന്നിട്ടേ പാടാവൂ. സാപ്പാസ പിടിക്കലും പാടലും അല്ല, ഉൾക്കൊള്ളുക. അങ്ങനെ അത് മാത്രമേ ഉള്ളൂ ഇതിന് സൊല്യൂഷൻ കേട്ടോ. അങ്ങനെ പാടി ഏത് പാട്ടും, സിമ്പിളായ ഒരു പാട്ടാണെങ്കിൽ പോലും അങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്കത് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓൺ ദ പ്ലാറ്റ്ഫോം നമ്മൾ പാടുമ്പോൾ വേറെ വെറൈറ്റീസ്, അത് എവിടെയാണെങ്കിലും, മത്സരമാണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും ഒക്കെ നമ്മൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക കേട്ടോ. പിന്നെ ലിറ്ററേച്ചറൊക്കെ നന്നായിരുന്നു, ഉച്ചാരണമൊന്നും എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നന്നായിരുന്നു, നല്ല ശുദ്ധമായിട്ടൊക്കെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക. അമ്പിളി ചേച്ചി. സിദ്ദീഖ് ആദ്യം പറഞ്ഞില്ലേ എങ്ങനെ പാടിയെന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? ഒരു പരിധി വരെ. അത് കറക്റ്റാണ്. അത് എന്ന് വെച്ചാല് ഈ പാട്ട് കുറച്ചുകൂടെ നന്നായിട്ട് പാടാവുന്ന ഒരു പാട്ടാണ്, ഉണ്ണികൃഷ്ണൻ പാടിയ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോ നന്നായിട്ട് നല്ല പാട്ടാണ്, നല്ല അറ്റംപ്റ്റ് ആണ്. പക്ഷെ കുറച്ചുകൂടി ഒരു മോഡുലേഷൻ വരണം പാട്ടിന്. എന്നുവെച്ചാൽ ഇപ്പം സിദ്ദിഖ് പറഞ്ഞു പാട്ട് പഠിച്ചിട്ടില്ല എന്ന്. അപ്പൊ ആ ഒരു ഇതിൽ നോക്കുമ്പോ ഒരു തരക്കേടില്ലാതെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്രുതിയുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം എന്ന് നേരത്തെ പറഞ്ഞു. അതേപോലെ ശ്രുതി വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത റൗണ്ടിൽ നല്ല ബെറ്റർമെന്റ് ഉണ്ടാവണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അമ്പിളി ചേച്ചി. വലിയ കുഴപ്പമില്ലാത്ത കമന്റ്സ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അബൂട്ടി മാഷോട് ചോദിക്കാം അല്ലേ? അബൂട്ടി മാഷെ. സിദ്ദീഖ് മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാതെ പാടി. താങ്ക് യു. പക്ഷെ ഇത് ഉണ്ണികൃഷ്ണൻ പാടിയ പാട്ടാണ്. അങ്ങേയറ്റത്തെ സംഗതികളാണ് അദ്ദേഹം പാടിയത്. അത് കുറെ ആവറേജ് കുറെ ശ്രദ്ധിച്ച് പാടാൻ സിദ്ദീഖ് ശ്രമിച്ചിട്ടുണ്ട്.
ഈ ആദ്യത്തെ പല്ലവി മാത്രം റസൂല് കണ്ടുവന്ന് മാത്രം ഒന്ന് പാടും. മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. അവിടെ എന്താ റസൂല് കണ്ടു എന്നാ കേൾക്കുന്നത്? റസൂലെ കണ്ടു എന്നാണ് വേണ്ടത്. റസൂല് കണ്ടു എന്നാണ് സിദ്ദീഖ് പാടുമ്പോൾ ഇവിടെ കേൾക്കുന്നത്. വേറൊന്നും പറയാനില്ല. പിന്നെ സംഗീതം പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ വെള്ളി ഒരു സ്ഥലത്ത് വന്നു. അപ്പം പഠിക്കാൻ നോക്കുക സിദ്ദീഖ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അബൂട്ടി മാഷെ. വെള്ളി മരലുകളില്ലാത്ത ഒരു മാർക്ക് പ്രതീക്ഷിക്കുന്നു. അടുത്ത കമന്റ്സിലേക്ക് കിടക്കുകയാണ്. ഹംസക്ക. സിദ്ദീഖേ, ഞാൻ ഈ ശ്രുതിയും ശാസ്ത്രീയമൊന്നും നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയാത്തതുകൊണ്ട്. നമ്മള് രണ്ടാളും ഒരു മാതിരിയാണ്. പഠിക്കാതെ സിദ്ദീഖ് ഇത്രയും നന്നായിട്ട് പാടിയാൽ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് മറക്കരുത് മാത്രമേ. എനിക്ക് എന്നെ സംബന്ധിച്ച് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. നല്ലൊരു ശബ്ദത്തിന്റെ ഉടമയാണ്. വിഷ് യു ആൾ സക്സസ്. താങ്ക് യു സോ മച്ച്. വലിയ കുഴപ്പമില്ലാത്ത കമന്റ്സ് ആണ്. പ്രത്യേകിച്ച് പറഞ്ഞത് പാട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോ മാർക്ക് ചോദിക്കാം അല്ലേ? അമ്പിളി ചേച്ചി, എത്ര മാർക്കാണ് സിദ്ദീഖിന്റെ ഒരു പെർഫോമൻസ് നൽകുന്നത്? 25. 25 മാർക്ക്. 30-ൽ 25 മാർക്കാണ്. ഫിറോസിക്ക? ഞാനും 25. താങ്ക് യു സർ. 25, 30-ൽ വീണ്ടും 25 മാർക്ക്. ഇനി അബൂട്ടി മാഷെ എത്ര മാർക്ക് നൽകുന്നു? ഞാനൊരു മാർക്ക് കൂട്ടിയിടാണ്. 26 മാർക്ക്. ഹംസക്ക എത്ര മാർക്ക് നൽകുന്നു സിദ്ദീഖിന് വേണ്ടി? ഞാൻ 8 മാർക്ക് കൊടുക്കുകയാണ്. 100-ൽ 84 മാർക്കാണ്. 84 ഔട്ട് ഓഫ് 100. നല്ല മാർക്കാണ്. പക്ഷേ ഇത് നല്ല മാർക്ക്. ഇതിലും നല്ല മാർക്കിന് വേണ്ടി ഇനി ശ്രമിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. മക്കാ മണൽ തട്ടിൽ ഞാൻ പോയിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. ദിവ്യമായ അനുഭവങ്ങൾ നിറഞ്ഞ ഇമേജറുകളുള്ള ഉത്കൃഷ്ടമായ അനുഭവത്തിനായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.